ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചങ്ങാതിമാരുമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ തകരാർ. അതിനായി എല്ലാവർക്കും ഞാൻ ഓരോരു പണി കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഞാനാണ് കുറച്ച് ഷെഫായിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവർക്കെല്ലാമായി ഓരോരു പണി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനായി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അമ്മിക്കല്ലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കന് വരയിട്ട് കൊടുക്കാം. അതിനായി ഓരോ ചിക്കൻ എടുത്ത് ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ വര ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇതേപോലെ ചങ്ങാതിമാരായിട്ട് ചിക്കൻ ചുടാൻ പോകാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ചിക്കൻ ഇങ്ങനെ കീറിയതിന് ശേഷം നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായി മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും പിന്നെ ലേശം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതാ നമ്മളുടെ ഫ്രണ്ട് സ്റ്റൈലിഷായിട്ട് ഉപ്പെല്ലാം വിതറുന്നുണ്ട്. ശേഷം ചിക്കൻ മസാലയിൽ മിക്സ് ചെയ്യുക. പിന്നെ മസാലയിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് കമ്പൾസറി ഒന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. നന്നായി ചൂടായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോന്നായി ചിക്കൻ ഇടാം. ഇങ്ങനെ ഓരോന്നായി കൃത്യമായി പാത്രം നിറയുന്നത് വരെ അതിലേക്ക് ചിക്കൻ ഇടാവുന്നതാണ്. ഒരു ഭാഗം വന്നതിന് ശേഷം മറിച്ചിട്ട് ഇങ്ങനെ എല്ലാ ചിക്കനും എടുക്കാവുന്നതാണ്. ഒരുപാട് ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് എല്ലാം പൊരിച്ചെടുക്കാവുന്നത് കാണിക്കാവുന്നതല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഇതെല്ലാം നമുക്ക് ഇന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ കുബൂസ് ഉണ്ടാക്കിയതല്ല, റെഡിമെയ്ഡ് വാങ്ങിയിട്ട് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത്. അതിനായി നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു 6, 7, 8 ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് ഒരു 4 പാക്കറ്റ് കുബൂസ് ആയിട്ടുണ്ട്. എല്ലാം 8 കുബൂസാണ് ഉണ്ടാവുക. നമ്മളുടെ ഫ്രണ്ടിൻ്റെ അപാരമായ കഴിവിത നമുക്കിവിടെ കാണാം. ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഇതവിടെ ഓരോന്നായി ഇങ്ങനെ മറിച്ചിടുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായ ശേഷം നമ്മളെ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ എല്ലാവരും ഓരോരു വാഴത്തണ്ടായി പറിച്ച് നമ്മൾ അതിലാണ് കഴിക്കുന്നത്. കാരണം അത്രയും പാത്രം നമ്മുടെ കയ്യിലില്ല. പിന്നെ മയോണൈസ് ആക്കാവുന്ന വീഡിയോ ഡീറ്റെയിൽ ആയി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് എവരിബഡി.